ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശബത്ത് ഷലോം എന്ന് പറഞ്ഞാൽ സാബത്ത് ദിനത്തിൻ്റെ ആശംസകളെന്നാണ് ഹീബ്രുവിൽ പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സാബത്ത് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് തൊട്ട് മുന്നേ നമ്മൾ ആഘോഷിക്കുന്ന ഒന്നാണ് പെസഹ വ്യാഴം. പെസഹ വ്യാഴത്തിൽ ഈശോ 12 ശിഷ്യന്മാരെയും വിളിച്ചിരുത്തി സെഹിയോനൊട്ടുശാലയിൽ അത്താഴം കഴിക്കുന്ന ഒരു അനുസ്മരണമുണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾക്കിടയിൽ. അപ്പോൾ ആ ഒരു സന്തോഷം, ആ ഒരു ആഘോഷമാണ് ഇവിടെ ഇസ്രായേലിൽ ദൈവത്തിൻ്റെ സ്വന്തം മണ്ണിൽ എല്ലാ ശനിയാഴ്ചയും എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടി അവർ ആഘോഷിക്കും. പിന്നെ എല്ലാ ആഴ്ചയും നമ്മൾ സാബത്ത് ആഘോഷിക്കുമെങ്കിലും ചില സമയങ്ങളിൽ മാത്രമേ ഈ മാതാപിതാക്കളുടെ മക്കൾ ഒരുമിച്ച് കൂടുകയുള്ളൂ. കാരണം അവരുടെ തിരക്കുകളൊക്കെ ഇതിന് കാരണമായിട്ടുണ്ടാകാം. അതൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് ചില സമയങ്ങളിൽ അപ്പനെ അമ്മേനെ ഒന്നും കണ്ട് കാണാനായിട്ട് എടുക്കാനായിട്ടൊന്നും പറ്റാതെ വരും. പക്ഷേ ഇന്ന് ഇവിടെ അപ്പാപ്പൻ്റെ അമ്മാവിടെയും 2 മക്കളും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു ഫീലിംഗാണ് ഇവിടെ നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ ചിലവഴിക്കുമ്പോഴും. അപ്പോൾ അവർ കുറേ ഫുഡ് കൊണ്ടുവരും. അവരുടെ വീട്ടിൽ നിന്ന് ചെയ്തതും കടയിൽ നിന്ന് മേടിക്കുന്നതായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. ഇവിടെ പിന്നെ ഇന്നലെ ഞാനും അമ്മാമ്മയായിട്ട് നിന്നിട്ട് കുറേ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, കേക്ക് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ടേസ്റ്റ് നോക്കാൻ തരുന്ന വ്യക്തി ഞാനാട്ടോ. ഞാനാണ് ടേസ്റ്റർ. ഞാൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ അതിൽ ഒന്നും ചേർക്കില്ല. അങ്ങനെ പിന്നെ അവരൊരുമിച്ച് കൂടി. അവർ വരുമ്പോൾ തന്നെ നമ്മൾ ശബത്ത് ഷലോം പറയും, സാബത്തിൻ്റെ ആശംസകൾ പറയും. ഒക്കെ നമ്മൾ കെട്ടിപ്പിടിക്കും. നമ്മൾ പരസ്പരം നമ്മൾ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. എന്നിട്ട് പിന്നീട് വന്നിട്ട് സംസാരിക്കും, കുറേ നേരം സംസാരിക്കും. എന്നിട്ട് അവർ കൊണ്ടുവന്ന ആഹാരങ്ങളും നമ്മുടെ വീട്ടിലുള്ള ആഹാരങ്ങളും ഓരോരോ പാത്രങ്ങളിലോട്ടൊക്കെ ആക്കിയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്യും. വരുമ്പം അവരുടെ മക്കളുണ്ടല്ലോ, പിള്ളേർ, അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യും. നമ്മളിതൊക്കെ എല്ലാം സെർവിങ് ഡിഷിലോട്ടൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി ടേബിളിൽ വെക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെ ഏറ്റവും മുതിർന്ന പൗരൻ അയാളായിരിക്കും ഈ ഒരു കർമ്മം ചെയ്യുന്നത്. പിന്നീട് അതിന് ശേഷം വരുന്ന മക്കൾക്കും അവർ കൈമാറി പോകാറുണ്ട്. പക്ഷേ ഇന്ന് ചെയ്തത് ഈ അപ്പാപ്പൻ്റെ മൂത്ത മോനായിരുന്നു ഇത്. ചേട്ടൻ പിന്നീട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കൊടുവിൽ ആമേൻ അവരുടെ ഹീബ്രുവിലാണ് പ്രാർത്ഥന നടത്തിയത്. പക്ഷേ എനിക്കതെന്താണെന്ന് എനിക്കറിയാൻ മനസ്സിലായില്ല. പക്ഷേ എങ്കിലും അന്ത്യത്താഴ സമയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു അവർ പ്രാർത്ഥിച്ച്. ലാസ്റ്റ് നമ്മൾ ആമേൻ പറയുന്നു. പിന്നെ ബ്രെഡ് ബ്ലസ് ചെയ്യുന്നു, പ്രാർത്ഥിച്ചിട്ട് വൈൻ ബ്ലസ് ചെയ്യുന്നു. അത് നമ്മളെല്ലാവരും കുറേശ്ശെ കഴിക്കുന്നു. ഉപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്നിട്ട് പിന്നീട് നമ്മൾ ഫുഡ്, ആ ടേബിളിൽ ഇരിക്കുന്ന എല്ലാ ഫുഡും എല്ലാവരും കഴിക്കണം. എല്ലാവർക്കും ഒന്നുപോലെ അവരവരുടെ ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാം. പിന്നെ ജ്യൂസ് ഐറ്റംസൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ നാടിൻ്റെ പ്രത്യേകതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, നമ്മൾ സാധാരണ വീടുകളിൽ ഭാര്യ ജോലി ചെയ്യും, ഭർത്താവ് ടേബിളിലിരിക്കും, മക്കളും ടേബിളിലിരിക്കും, ഭാര്യ ഒറ്റയ്ക്കും ചെയ്യും, അങ്ങനെയുള്ള സിസ്റ്റമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മക്കളും ഭർത്താവും കുട്ടികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും ഒരാൾക്ക് തന്നെ ഒരു വലിയൊരു ഭാരമായിട്ട് ജോലികൾ വന്ന് കൂടിക്കിടക്കത്തില്ല. പെട്ടെന്ന് തന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നു, എല്ലാം ഇതാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, എല്ലാം പെട്ടെന്ന്. എന്ന് നമ്മൾ വാഷ് ബേസിൻ്റെ പ്ലേറ്റൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിനൊരു ചേട്ടനോട് പറഞ്ഞു, ചെയ്യണ്ട, ഞാൻ കഴുകാം. എനിക്ക് വല്ലാത്തൊരു അതിശയമായിപ്പോയി. ആ ചേട്ടൻ തന്നെ എല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ പിന്നെ തൂക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും വേറൊരാൾ തൂക്കുന്ന ചൂല് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം കേട്ടാ. പക്ഷേ ഇവരെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളിവരെ ഒന്ന് സ്നേഹിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ, ഇവരെ എന്ന് പറഞ്ഞാൽ ഈ അപ്പനെയും അമ്മൂമ്മനെയും നമുക്ക് ആരെയാണ് എംപ്ലോയറെ കിട്ടുന്നത് അവരെ നമ്മളെ സ്നേഹിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ നമുക്കിവിടെ സ്വർഗ്ഗതുല്യമായ ജീവിതം നയിക്കാം. അനുഭവസ്ഥ ഞാൻ തന്നെ.
അപ്പോൾ ജോലിയുണ്ട്, ജോലിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ ക്ഷമയോടെ സഹനശേഷിയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് സന്തോഷങ്ങളുണ്ടാവും. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ വലിയ വലിയ സന്തോഷങ്ങൾക്ക് കാരണമാവുന്നത്. അങ്ങനെ എല്ലാം ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ചു. അവരെന്നെക്കുറിച്ച് ചോദിച്ചു. ചേട്ടൻ്റെ വൈഫ് കഴിഞ്ഞ ആഴ്ച വന്നില്ലായിരുന്നു. എന്നെക്കുറിച്ച് ചോദിച്ചു, എവിടെ സ്ഥലമെന്ന് ചോദിച്ചു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. ആ ചേച്ചി നേപ്പാളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കേരളത്തിൽ വരണമെന്നുണ്ട്. ഞാൻ കേരളത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ മോളുടെ വീട്ടിൽ എൻ്റെ പേരുണ്ട്, മോളുടെ വീട്ടിൽ വരും, മോളെ കാണും. ഞാൻ വളരെ സന്തോഷം, തീർച്ചയായിട്ടും ഹാപ്പി വെൽക്കം എന്നൊക്കെ ഞാനും പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പോകുന്നിടത്ത് പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച ഞങ്ങളുടെ വീട്ടിലാണ്, അതായത് ഈ അപ്പൻ്റെ അമ്മമ്മയുടെ മൂത്ത മോൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകണം. മോൻ്റെ വീട്ടിലാണ്, അന്നേരം നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്നെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത സന്തോഷമായിപ്പോയി. അങ്ങനെ അവർ പോയി. അതിനുശേഷം പിന്നീട് ഞാനും അമ്മാമ്മയും നിന്ന് വീണ്ടും പഴയ രീതിയിലോട്ട് കൊണ്ടുവരണമല്ലോ. കുട്ടിപ്പട്ടാളങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാം മലകോലപ്പെടുത്തിയിട്ടിട്ട് പോയതൊക്കെ ഞങ്ങൾ ഒരു മണിക്കൂർ എടുത്തു. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടു. എന്നിട്ട് അമ്മമ്മ കിടക്കാൻ പോയി. എന്നോട് പറഞ്ഞു, ഒന്ന് പോയി കിടന്നോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ കിടക്കാതെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ടൈം ഡിഫറൻസ് നമുക്ക് മാനേജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മളിവിടെ സ്ട്രഗിൾ ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോഴും ഇസ്രായേലിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നവരോടും വരാൻ ആഗ്രഹിക്കുന്നവരോടും ഇവിടെ ജോലി ചെയ്യുന്നവരോടും എൻ്റെ പല കൂട്ടുകാരും പറഞ്ഞു. ഞാൻ എപ്പോഴും എനിക്കൊരു കോൾ വന്നായിരുന്നു. എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു, എനിക്കിവിടെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നു, എനിക്കിവിടെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടുത്തെ ഫുഡ് പറ്റുന്നില്ല, ഞാനിവിടെ നിന്ന് മാറാൻ പോവാം. നമ്മൾ എങ്ങോട്ട് പോവും? ഓടി 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 ഇസ്രായേലിൻ്റെ ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ ഓടിയാൽ ചെയ്യേണ്ടത് ഒരു ജോലിയാണെങ്കിൽ, പരിചരിക്കേണ്ടത് ഇവിടുത്തെ വാർദ്ധക്യരായ മാതാപിതാക്കളെ ആണെങ്കിൽ പിന്നെ എന്തിനു ഓടണം? ഒരിടത്ത് തന്നെ അങ്ങ് വേര് ഉറപ്പിച്ചൂടെ? ഈ പറയുന്നത് എൻ്റെ പ്രതിഷേധമായിട്ടോ എന്നെ അമർഷമായിട്ടോ എന്ത് വേണമെങ്കിലും കരുതോ. ഇസ്രായേലിൻ്റെ ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ നമ്മൾ ഓടിയാലും ചെയ്യേണ്ടത് ഒരൊറ്റ ജോലി. നമ്മൾ ഒരിടത്ത് നിന്നാൽ അവിടെ വേരൂന്നി പിടിക്കുക. അവിടെ ഒരുപാട് നമ്മൾ ഒരു വൃക്ഷം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ടാണ് അത് വളർന്നു വലുതാവുന്നത്. അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനും. പെട്ടെന്ന് നമ്മുടെ നാട് വിട്ട് നമ്മൾ വേറൊരു നാട്ടിലോട്ട് വരുന്നു. എന്തിനാണ് വരുന്നത്? ജോലി ചെയ്യാനാണ് വരുന്നത്. അവിടെ വരുന്ന എല്ലാ പ്രയാസങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അവിടെ തന്നെ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. എല്ലാം നമുക്ക് ഒന്നുപോലെ കിട്ടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവാസി ജീവിതത്തിലേക്ക് വരുന്നത്? നാട്ടിലങ്ങ് നിന്നാൽ പോരെ, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഓക്കെ, അപ്പോഴെല്ലാവർക്കും ഈ ഒരു ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തെ ഓർക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണണം. കുറേ പേര് സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട്. താങ്ക് യു.